ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലും ബോർഡറൊക്കെ വരുന്ന ഒരു മെറ്റീരിയലാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവുകളൊക്കെ നമ്മൾ ഉൾഭാഗത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ നീളം എത്രയാണോ വേണ്ടത് അതും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മടക്കിയെടുക്കുക. അങ്ങനെ ഇത് 4ആയിട്ട് മടക്കിയെടുക്കാം. എനിക്കിവിടെ 54 ഇഞ്ചാണ് നൈറ്റിയുടെ ലെങ്ത്ത് വേണ്ടത്. 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 56 ഇഞ്ചിലാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 4ആയിട്ട് മടക്കിയെടുക്കുന്നത്. ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ ഫോൾഡഡ് സൈഡ് മുകൾ ഭാഗത്തും നമ്മൾ നിൽക്കുന്ന ഭാഗത്തുമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്ലീവ്സ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഷോൾഡർ 15 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഷോൾഡറിനെക്കാട്ടും ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു എൽ ഷേപ്പിൽ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ട ഭാഗത്ത് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. അതായത് ഷോൾഡറിൽ നിന്നും 13.5 ഇഞ്ചിലാണ് ഞാനിവിടെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. 20 ഇഞ്ചിൽ ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് വരയ്ക്കേണ്ട ഭാഗത്തും ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തെടുത്തു. ഇനി വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 40 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് ഞാനിവിടെ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇനി ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നെക്കിലേക്ക് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആം ഹോൾ കേർവ് വരച്ചെടുക്കാം. ഈ ഒരു ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്നതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആം ഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എത്രയാണോ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 8 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടിവശം തേര് ഭാഗമാണ്. വേണമെങ്കിൽ നമുക്കത് മടക്കി തയ്ക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 8 ഇഞ്ച് ലെങ്ത്തിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇനി നമുക്ക് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും താഴോട്ടേക്ക് 3.5 ഇഞ്ചിലേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. താഴെ ഭാഗം 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ബൈസെപ്സിൻ്റെ അവിടെ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെയും 1 ഇഞ്ച് തന്നെയാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കാം. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻറ്റും നമ്മുടെ ഈ ഒരു ക്യാപ്പ് ഹൈറ്റിൻ്റെ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റിൽ നിന്നും താഴോട്ടേക്ക് ഇതേപോലെ മാക്സിമം എത്ര വിഡ്ത്ത് കിട്ടുന്ന അതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം. ബോഡി പാർട്ടും സ്ലീവ്സും മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇതിൻ്റെ ബോഡി പാർട്ടും സ്ലീവ്സും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ അടിവശത്ത് ഓപ്പൺ സൈഡിലായിട്ട് 1.5 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കേർവ് ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡും തൊങ്ങിപ്പോട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസിൽ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് പീസിൽ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് ബാക്ക് നെക്ക് കൊടുക്കുന്നത്.
ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പീസിൽ ഞാൻ ടക്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 10.5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും ഉൾഭാഗത്തേക്ക് 4.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ടക്സിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. ചുരിദാറിലായാലും ശരി നൈറ്റിയിലായാലും ശരി ബാക്ക് പീസിൽ ടക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബോഡി ഷേപ്പിൽ കിടന്നോളും. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറുഭാഗത്തും അതേപോലെ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രണ്ട് പീസിലെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ ഫ്രണ്ട് ഭാഗത്ത് വി ഷേപ്പിലുള്ള നെക്കാണ് കൊടുക്കുന്നത്. ഇവിടെ വി ഷേപ്പിൽ നെക്ക് കൊടുത്തിട്ട് അവിടെ ഞാൻ എക്സ്ട്രാ ഒരു ബോർഡർ പോലെ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്ന ബോർഡറിന് എത്രയാണോ വീതിയുള്ളത് അതും കൂടി കണക്കാക്കിയിട്ട് വേണം ഫ്രണ്ട് ഭാഗത്ത് നെക്ക് മാർക്ക് ചെയ്തെടുക്കാൻ. സാധാരണ 3.5 ഇഞ്ചാണ് ഞാൻ ബാക്ക് ഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. 1.25 ഇഞ്ചിൻ്റെ ബോർഡറും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഞാൻ 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നെക്ക് ലെങ്ത്ത് ഞാൻ 8 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ആ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും ഉൾവശത്തേക്കായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ നിന്നും വി ഷേപ്പ് വരച്ചെടുക്കാം. നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ്. നെക്കിൻ്റെ വിഡ്ത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.25 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു എക്സ്ട്രാ പീസ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ബോർഡർ പോലെയുള്ള എക്സ്ട്രാ പീസ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വേണം. നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത ശേഷം റെഡി അളവ് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് വേണ്ടത്. ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വി ഷേപ്പിലുള്ള ഭാഗത്ത് 1.25 ഇഞ്ച് വിഡ്ത്തിൽ ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മളൊരു എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു മെറൂൺ കളർ എന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നൈറ്റി മെറ്റീരിയലിൻ്റെ ഉൾവശത്തൊക്കെ ഈ ഒരു ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. മെറൂൺ കളറിലുള്ള ചെറിയ ചെറിയ ഡോട്ട് ഉണ്ട്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടാണ് ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട മെറ്റീരിയലിന് ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്തിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചും വിഡ്ത്ത് 3 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1.25 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് അകത്ത് വെച്ച് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു സൈഡിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വേണം നെക്കിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാദ്യം ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇതേപോലെ 2 പീസിൻ്റെ അകത്തും ആ ഒരു പേപ്പർ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്തെ നെക്കിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അരികുവശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു നെക്ക് ലെങ്തിൻ്റെ അടിവശത്ത് ഈ ഒരു കോർണറിലായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഉള്ളിലോട്ട് ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ചുളിവുകളില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡിലും അതേപോലെ ഒരു 1/2 ഇഞ്ചിൽ ഉള്ളിലോട്ടേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് താഴെ ആ കോർണറിൽ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോയിൻ്റ് തൊട്ട് മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം 2 പീസും ഉൾവശത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി ഈ ഒരു അടിവശത്ത് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അടിവശത്ത് നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു വീനൊക്കെ കൊടുത്തിട്ടുള്ള 2 പീസും കൂടെ ഈ ഒരു നൈറ്റിയുടെ അടിവശത്ത് വരുന്ന ആ ഒരു സ്ട്രെയിറ്റ് പീസും ചേർത്ത് പിടിച്ചിട്ട് അടിവശത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വി നെക്കിൻ്റെ സൈഡ് വഴി ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി ഈ ഒരു അടിവശത്ത് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ നെക്കോട് ചേർത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് തയ്യൽ തുമ്പ് ഇതേപോലെ ഉൾവശത്തേക്ക് പതിപ്പിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഈ ഒരു മെറൂൺ കളറുള്ള പീസ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് താഴെ ഭാഗത്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അര ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പും വേണം. ഇനി നമുക്കിതിൻ്റെ ബാക്ക് നെക്ക് റെഡിയാക്കി എടുക്കാം. ബാക്ക് നെക്കിൽ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള പീസായത്. അപ്പോൾ അതിൽ നിന്നും ഇതേപോലെ ക്രോസ് ആയിട്ട് 1, 2, 3 നമ്മുടെ നെക്കിന് എത്രത്തോളം ലെങ്ത്തിൽ തുണി വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ വി ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ക്രോസ് പീസിൻ്റെ നല്ല വശവും നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷൻ്റെ നല്ല വശവും ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു നെക്കിന് ചുറ്റും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഇനി ഒരു പ്രാവശ്യം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ബാക്ക് പീസിൻ്റെ നെക്ക് ഭാഗത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു പോർഷൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ കവർ ചെയ്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് വശത്തെ ക്രോസ് പീസ് ഒന്നും കൂടി ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഷോൾഡർ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡ് വഴി ആ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ കർവ് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലീവിൻ്റെ അടിവശത്തും നെക്കിൽ കൊടുത്തിട്ടുള്ള അതേ തുണീൻ്റെ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് ഞാൻ 1.25 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവ്സിൻ്റെ നല്ല വശത്ത് ഈ ഒരു പീസിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ മറ്റേ സൈഡ് ഒരു പ്രാവശ്യം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നല്ല വശത്തു നിന്ന് തന്നെ പൈപ്പിങ്ങിന് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതനുസരിച്ച് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വീതിക്കനുസരിച്ച് ഈ ഒരു സൈഡ് വഴി സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ആ ഒരു പൈപ്പിങ്ങിൻ്റെ പീസ് അവിടെ പതിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വശത്ത് തന്നെ നമ്മളിപ്പോൾ ആ ഒരു പൈപ്പിങ്ങിൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഈ ഒരു സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗത്ത് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണമായിരുന്നു. ഞാൻ വിട്ടുപോയതാണ്. ഇനി സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് സ്ലീവ്സും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ്സ് മുതൽ താഴെ വരെ അളവനുസരിച്ചിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ബാക്ക് വശത്ത് നമ്മൾ ടക്സിന് വേണ്ടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടിവശം 2 പ്രാവശ്യം മടക്കിയിട്ട് സൈഡ് വഴി ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുള്ള നെക്കും സ്ലീവ്സൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിൽ ടക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നൈറ്റി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.